രേഖാചിത്രം ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായി പോയേനെ. പക്ഷെ അതങ്ങനെ അല്ലാതായി മാറുന്നത് ആ സിനിമ കാതോത് കാതോരം എന്ന സിനിമയോടും മലയാള സിനിമയോട് ആകമാനവും കാണിക്കുന്ന ജെന്യൂനിറ്റി കാരണമാണ്. ദാറ്റ് ജെന്യൂനിറ്റി ബ്രിങ്സ് ഇൻ സംതിങ് റിയലി ബ്യൂട്ടിഫുൾ, റിയലി വാംത് ടു ദ മൂവി. നമ്മളൊരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ഡ്രാമ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലിംഗ് എഫക്റ്റിന് അപ്പുറത്തേക്ക് ഈ സിനിമ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് നമുക്ക് ആർദ്രത എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വികാരമാണ്. ദാറ്റ് സംതിങ് റിയലി യുണീക്ക്. ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമകൾ ഒരുപാട് ഇറങ്ങുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു വളരെ വ്യത്യസ്തമായ ഒരു വളരെ വളരെ ഗ്രാസ് റൂട്ടതായിട്ടുള്ളൊരു ഒരു സിനിമ ഇറങ്ങുന്നത് വളരെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. അതേസമയം നിങ്ങളൊരു മമ്മൂട്ടി ആരാധകൻ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ എന്താ വല്ലപ്പോഴും മാത്രം സംഭവിക്കാവുന്ന, എനിക്ക് പേഴ്സണലി എനിക്ക് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പറയുന്ന സിനിമകളോടും നോവലുകളോടും ഒരു പേഴ്സണൽ ഇഷ്ടം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ആസ്വദിച്ച് കണ്ട സിനിമയാണ് ആസിഫ് അലിയുടെ രേഖാചിത്രം.